പൂക്കി മുഖ്യൻ അധികാരത്തിൽ വന്ന് ആദ്യ ക്യാബിനറ്റ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഓർക്കുന്നില്ലേ? ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ കൂട്ടി. ആശാ സമരം എന്ന പേരിൽ സമര നാടകം കളിച്ചവർ മാസം 21,000 രൂപയും കൂടാതെ വിരമിക്കൽ ആനുകൂല്യവും കിട്ടാതെ ഒരു ഇഞ്ച് പിറകോട്ടില്ല എന്നും പറഞ്ഞാണ് സമരത്തിനിരുന്നത്. അന്ന് സതീശൻ സമരപന്തലിൽ പോയിട്ട് പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റ് തന്നെ അക്കാര്യം തീരുമാനിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ്. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ 21,000 ആക്കും എന്നതിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. 21,000 12,000 ആക്കി. സംഖ്യകൾക്ക് ഒരു ചെറിയ സ്ഥാനം മാറ്റം, അത്രയേ ഉള്ളൂ. ഇടത് സർക്കാർ 8,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടും 21,000വും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിച്ചല്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ശപഥം ചെയ്തവർ സതീശൻ 3,000 കൂട്ടിയതോടെ പാൽപ്പായസവും വെച്ച് പന്തലും പൊളിച്ച് സ്ഥലം കാലിയാക്കി. എന്നാലും ഒറ്റയടിക്ക് സതീശൻ 3,000 കൂട്ടിയില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്താകെ എത്ര ആശാ വർക്കർമാരുണ്ട്? 26,448. അവർക്ക് 3,000 രൂപ വീതം നൽകിയാൽ ഒരു മാസം സർക്കാരിന് വരുന്ന അധിക ബാധ്യത എത്രയാണ്? 7,93,44,000 രൂപ. അതേസമയം കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1,000 രൂപ ഇത്തവണ ആർക്കെങ്കിലും കിട്ടിയോ? നമ്മളത് ശ്രദ്ധിച്ചോ? ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല. തുടക്കത്തിൽ വന്ന അപേക്ഷയിൽ നിന്ന് തന്നെ 17 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് 1,000 രൂപ ലഭിച്ചു തുടങ്ങിയിരുന്നു. എന്ന് വച്ചാൽ ഒരു മാസം 170 കോടി നൽകിയിരുന്ന ആ പദ്ധതി UDF അധികാരത്തിൽ വന്ന ശേഷം പിന്നെ നമ്മൾ കേട്ടോ? ഇല്ല. ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ ചുമതല. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ KM ഷാജിയാണ്. മൂപ്പർ ഇതുവരെ അതിനെക്കുറിച്ച് വല്ലതും മൊഴിഞ്ഞോ? ഇല്ല. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ മൂപ്പരോട് വല്ലതും ചോദിച്ചോ? ഇല്ല. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി കൂടിയായ സതീശനാണ്. ഇതിനെക്കുറിച്ച് മൂപ്പരെന്തെങ്കിലും ഉരിയാടിയോ? ഇല്ല. മാപ്രകൾ വല്ലതും മൂപ്പരോട് ചോദിച്ചോ? അതുമില്ല. എന്ന് വെച്ചാൽ ആശാമാരുടെ വേതനം 3,000 കൂട്ടി കയ്യടി നേടിയ സതീശൻ സർക്കാരിന് ആകെ ഒരു മാസം അധികമായി ചെലവായത് 7,93,44,000. എന്നാൽ ആരും അറിയാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അവസാനിപ്പിച്ചപ്പോൾ മിച്ചം വന്നത് 170 കോടി. 170 കോടി മിച്ചപ്പെടുത്തി കേവലം 8 കോടിയിൽ താഴെ മാത്രം ചെലവാക്കി കയ്യടി വാങ്ങിയ മുഖ്യമന്ത്രി സതീശനെ പൂക്കി എന്ന് തന്നെയാണോ വിളിക്കേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഇന്നലെ പുറത്തിറങ്ങിയ ധവളപത്രം സതീശൻ എന്ന കപട രാഷ്ട്രീയക്കാരൻ്റെ കൗശലത്തിൻ്റെ അടുത്ത ഉടായിപ്പാണത്. സാധാരണ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കാറുള്ളത്, വൈറ്റ് പേപ്പർ അത് പുറത്തിറക്കാറുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പാണ്. മുഖ്യമന്ത്രി സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പായിട്ടും ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കിയത്. എന്ന് വെച്ചാൽ അധികാരത്തിൽ വരാൻ വേണ്ടി UDF സർക്കാർ നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇടത് സർക്കാർ ഖജനാവ് കാലിയാക്കിയെന്നും നമ്മുടെ സംസ്ഥാനം കടക്കണിയിലാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം ഒരു ധവളപത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പതിവിന് വിപരീതമായി, പതിവിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഈ സമിതി രൂപീകരിച്ചുള്ള ധവളപത്രം ഉണ്ടാക്കൽ. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും പറഞ്ഞ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പതുക്കെ അവസാനിപ്പിക്കാനും അതേസമയം ഖജനാവ് നിറക്കുക എന്ന പേരിൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിക്കാനും സതീശൻ ശ്രമിക്കും എന്നുറപ്പാണ്. പൂവറിയാതെ വണ്ട് തേൻ കുടിക്കുന്ന പോലെ ഞങ്ങൾ ജനങ്ങൾ അറിയാതെ അവരുടെ കയ്യിൽ നിന്നും നികുതി പിരിച്ച് ഖജനാവ് നിറക്കുമെന്നാണ് സതീശൻ ഇടക്കിടക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വണ്ടുകൾ വരുന്നത് അറിയാതെ ഇപ്പോഴേ ഉറങ്ങിക്കൊള്ളുക. എന്നാൽ സംസ്ഥാനം കടക്കണിയിലേക്ക് കൂപ്പുകുത്തി എന്ന കണക്ക് പറയുമ്പോൾ സതീശന് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്ന മാധ്യമങ്ങളും ബോധപൂർവം മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ വളരെ കൃത്യമായി സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ കണക്കിൻ്റെ ചരിത്രം ബോധ്യപ്പെടുത്തി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: ധവളപത്രം കണ്ട UDFകാർക്ക് കരയണോ അതോ ചിരിക്കണോ? ധവളപത്രം ഇറക്കി കരിപുരണ്ട നേതാവായി സതീശൻ മാറി. ആദ്യം പൊളിഞ്ഞത് അയാൾ കെട്ടിപ്പൊക്കിയ നുണ, 6 ലക്ഷം കോടി കടം എന്ന നുണ. ചിലർ കേരളത്തിന്റെ കടം 8 ലക്ഷം കോടി വരെയാക്കി പ്രചരിപ്പിച്ചു. അവസാനം സതീശൻ സമ്മതിച്ചു, 6 ലക്ഷം കോടി ഇല്ല, കടം 5,07,000 കോടി മാത്രം. ഒരു വർഷം മുമ്പ് പറഞ്ഞ നുണയായിരുന്നു 6 ലക്ഷക്കണക്ക്. സത്യത്തിൽ 4,70,000 കോടി ഉണ്ടാകും. ഇനി കടം ഇരട്ടിച്ചോ? പിണറായി സർക്കാരുകൾ കേരളത്തെ കടക്കണിയിലാക്കിയോ? കണക്കുകൾ നോക്കാം. 2011-12 കടം 78,673 കോടി. 2015-16 കടം 1,57,370 കോടി. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് കടം ഇരട്ടിയാക്കി.
100% വർദ്ധിച്ചു. 2020-21 ഒന്നാം പിണറായി സർക്കാർ കടം 5 വർഷം കൊണ്ട് 2,96,921 കോടിയായി. ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കിയിരുന്നെങ്കിൽ കടം 3,14,744 കോടിയായി വളരുമായിരുന്നു. അതായത് 17,819 കോടിയുടെ കടം കുറവ് വരുത്തി. ഇതേ രീതിയിൽ രണ്ടാം പിണറായി സർക്കാർ കടം ഇരട്ടിപ്പിച്ചിരുന്നെങ്കിലോ 2025-26 6,29,480 കോടിയായി കടം വളരുമായിരുന്നു. പക്ഷേ ധവളപത്രം സമ്മതിക്കുന്നത് 5,07,000 കോടി രൂപയുടെ കടം. ഉമ്മൻചാണ്ടി മാതൃകയിൽ കടം ഇരട്ടിയായി വളരാതിരുന്നതിനാൽ പിണറായി സർക്കാർ 1,22,480 കോടി രൂപയുടെ കുറവാണ് കേരളത്തിന് നേടിക്കൊടുത്തത്. 5 വർഷം കൊണ്ട് കടം ഇരട്ടിപ്പിച്ച ഇരുണ്ട കാലം മാറി ധനകാര്യ ദൃഢീകരണം കേരള സർക്കാർ നടത്തി. അതാണ് ധവളപത്രം നൽകുന്ന കണക്ക്. കണക്ക് അറിയുന്നവർ മാത്രം പ്രതികരിച്ച് സഹായിക്കുമല്ലോ. മറ്റു പ്രതികരണങ്ങൾ ഒഴിവാക്കുക. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.